Okay, question number 15. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററും അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചെറിയൊരു കോൺസെപ്റ്റും അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എ ഗാൽവനോമീറ്റർ G ഓഫ് 2 ohm resistance is connected in the circuit. The ratio of the charge stored in C1 and C2. The ratio of the charge stored. Simply ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സെല്ലിൽ നിന്നും കറണ്ട് ഇങ്ങനെ വന്നാൽ ഈ എല്ലാ ബ്രാഞ്ചിൽ കൂടെ പോകും. പക്ഷെ എന്താ, ഇവിടെ രണ്ട് കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ കപ്പാസിറ്റർ കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ചാർജ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റഡി സ്റ്റേറ്റ് എന്നാണ്. സ്റ്റഡി സ്റ്റേറ്റിൽ പിന്നെ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇൻ സ്റ്റഡി സ്റ്റേറ്റ് എന്താ, സ്റ്റഡി സ്റ്റേറ്റിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ആ രണ്ട് ബ്രാഞ്ചുകൾ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്താൽ പിന്നെ കറണ്ട് ഇതുവഴി കയറി ഗാൽവനോമീറ്ററിൽ കൂടെ കയറി ഇങ്ങനെ പോകത്തുള്ളൂ. ക്ലിയർ? കറണ്ട് ഇതുവഴി വന്ന് ഈ ബ്രാഞ്ചിൽ കൂടെ വന്ന് ഈ ബ്രാഞ്ചിൽ കൂടെ പോകും. കാരണം മറ്റവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ അസ്യൂം ചെയ്യാം നമുക്ക്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഞാൻ ഇപ്പൊ കാണിക്കുന്ന രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്ത പാത്തിൽ കൂടെ കറണ്ട് പോകത്തുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ആ 3 റെസിസ്റ്റേഴ്സും സീരീസിലാണ്. ഇനി ക്വസ്റ്റിനകത്ത് ശ്രദ്ധിച്ചു നോക്കുക. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 2 ohm നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് 2 ohm ആണ്. Therefore R equivalent which is equal to 4 plus 2 plus 6 12 ohm എന്ന് കിട്ടും. R equivalent നമുക്ക് 12 ohm എന്ന് കിട്ടി. ഈ കണ്ടീഷനിൽ അതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് കാണാം. I is equal to V by R. V എന്ന് പറയുന്നത് 6 ആണ്, R എന്ന് പറയുന്നത് 12 ആണ്. എഗെയിൻ നമുക്ക് 0.5 ആംപെയർ എന്ന് കിട്ടും. അത് നമുക്ക് 0.5 ആംപെയർ എന്ന് കിട്ടി. ക്ലിയർ? ഈ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്തായാലും മനസ്സിലാവും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ദ റേഷ്യോ ഓഫ് ദ ചാർജ് എന്ന് പറയുന്നത് Q ഈക്വൽ ടു സി വി എന്നാണ്. നമുക്ക് സി ഉണ്ട്, വി ഇവിടെ കിട്ടിയാൽ മതി. അതായത് 4 മൈക്രോഫാരഡ്, അതായത് C1 എവിടെ ആയിരിക്കുന്നത്, C1 ഇരിക്കുന്നത് ഈ പോയിന്റിനും ഇടയ്ക്കാണ്. അപ്പൊ ഞാൻ ഈ പോയിന്റ് എ ബി സി ഡി എന്നങ്ങ് നെയിം ചെയ്തു. ABCD എന്ന് നെയിം ചെയ്തു. C1 ഇരിക്കുന്നത് എയ്ക്കും ഡിക്കും ഇടയ്ക്കാണ്. അപ്പൊ എയ്ക്കും ഡിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ കാണാം. എയ്ക്കും ഡിക്കും ഉള്ള പൊട്ടൻഷ്യൽ കാണാൻ നിങ്ങൾ ഇത് ഈ ബ്രാഞ്ച് ഒന്ന് കൺസിഡർ ചെയ്തേ. ആ ബ്രാഞ്ച് മാത്രം, ഈ ബ്രാഞ്ച് മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ പോയിന്റ് ആണ് എ, ഈ പോയിന്റ് ആണ് ബി, ഈ പോയിന്റ് ആണ് ഡി. താഴെ കാണുന്ന ഈ പോയിന്റ് ആണ് ഡി. ക്ലിയർ? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 4 ohm. ഇവിടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഉണ്ട് 2 ohm. അതുവഴി വരുന്ന കറണ്ട് എത്രയാ? കറണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 0.5 ആണ്. ഇതുവഴി വരുന്ന കറണ്ട് 0.5 ആംപിയർ ആണ്. സോ VA മൈനസ് VD വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ എ ആൻഡ് ഡി ഞാൻ കാണാം. ആ ബ്രാഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ബ്രാഞ്ചാണ്. ക്ലിയർ? ഈ കാണുന്ന ബ്രാഞ്ചാണ് ഈ കാണിക്കുന്ന ബ്രാഞ്ച്. നമുക്ക് ഇവിടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി. സോ ട്രാവലിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ക്രിച്ചോഫിന്റെ സൈൻ കൺവെൻഷൻ ഒക്കെ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. കറണ്ടിന്റെ ഡയറക്ഷനിലാണ്, അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ തന്നെയാണ്, കറണ്ടിന്റെ കൂടെ തന്നെയാണ്. എന്ത് IR പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പൊ VA മൈനസ് VD വിച്ച് ഈസ് ഈക്വൽ ടു IR എടുത്തെടുത്ത് വന്നാൽ മതി. അപ്പൊ I ഇൻറ്റു R. I എന്ന് പറഞ്ഞാൽ 0.5 ആണ്, R എന്ന് പറയുന്നത് 4 ആണ്. എഗെയിൻ പ്ലസ് 0.5 ഇൻറ്റു R എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഈ 0.5 ഈ 4-ലെത്തി. ക്ലിയർ? അതേപോലെ ഈ 0.5 ഈ 2-ലും എത്തി. അങ്ങനെയാണ് IR പ്രോഡക്റ്റ് ഞാൻ എഴുതുന്നത്. അപ്പൊ VA മൈനസ് VD എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ A ആൻഡ് D ആണ്, VAD. എത്ര വരും? 2 plus 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 volt. അപ്പൊ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ കിട്ടി 3 volt. അതേപോലെ ഈ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ കാണാൻ ഈ ബിക്കും സിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ കിട്ടിയാൽ ഇവന്റെ കിട്ടുമല്ലോ. അത് കാണാൻ എന്തെടുത്താൽ മതി? ഈ ബ്രാഞ്ച് എടുത്താൽ പോരെ, BDC എടുത്താൽ പോരെ. അപ്പൊ ഞാൻ ആ ബ്രാഞ്ച് എടുക്കാൻ പോകണം, BDC. ഈ പോയിന്റ് ആണ് ബി, ഈ പോയിന്റ് ആണ് സി. ഇവിടെ ഇരിക്കുന്ന റെസിസ്റ്റൻസ് 2 ohm, ഇവിടെ ഇരിക്കുന്ന റെസിസ്റ്റൻസ് 6 ohm. ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് അഗെയിൻ എത്രയായിരുന്നു കറണ്ട്? 0.5 ആംപിയർ. സോ VB മൈനസ് VC വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 0.5 ഇൻറ്റു 2 IR പ്രോഡക്റ്റ് എഴുതി പോകുന്നത്. IR പ്രോഡക്റ്റ് പ്ലസ് 0.5 ഇൻറ്റു 6. 0.5 ഇൻറ്റു 2 1 ആണ്, 0.5 ഇൻറ്റു 6 3 ആണ്. എഗെയിൻ അത് 4 volt എന്നിട്ട് ഏതാ? VBC. അതായത് ഈ കപ്പാസിറ്ററിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ നമുക്ക് എത്ര കിട്ടി? 4 volt എന്ന് കിട്ടി. അപ്പോൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതല്ലേ. ഇപ്പോൾ ചാർജിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. എന്താ? Q ഈക്വൽ ടു സി വി. സോ ഫസ്റ്റ് കേസിൽ C1ൻ്റെ കേസിലെ ചാർജിനെ ഞാൻ Q1 എന്ന് വിളിക്കാൻ പോവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു C1 V1. C1 എത്രയാ? 4 മൈക്രോഫാരഡ് ആണ്. 4 × 10⁻⁻6 ഇൻറ്റു V1 എത്രയാണ്? V1 എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ നമുക്ക് Q2 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു C2 V2. സോ വിച്ച് ഈസ് ഈക്വൽ ടു C2 എത്രയാണ്? C2 6 മൈക്രോഫാരഡ് ആണ്. 6 × 10⁻⁻6. അവിടുത്തെ V എന്ന് പറയുന്നത് അഗെയിൻ 4 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ചാർജിന്റെ റേഷ്യോ ആണ് വേണ്ടത്, Q1/Q2. ചാർജ് സ്റ്റോർഡിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് റേഷ്യോ ഓഫ് ദ ചാർജ് സ്റ്റോർഡ്, Q1/Q2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 10⁻⁻6 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 6 × 10⁻⁻6 ഇൻറ്റു 4. 4ഉം 4ഉം കട്ട് ചെയ്യാം. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 എന്ന് കിട്ടും. 10⁻6ഉം 10⁻6ഉം കട്ട് ചെയ്യാം. സോ Q1/Q2 ഈക്വൽ ടു 1/2 എന്ന് റേഷ്യോ കിട്ടും. 1/2. ആൻസർ ഈസ് ഓപ്ഷൻ 4. വളരെ ഈസി അല്ല, ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.